ഇന്നലത്തെ കമ്പത്തിന്റെ ക്ഷീണം മാറാത്തോണ്ട് തന്നെ ഇന്ന് എണ്ണീറ്റിപ്പോ 12 മണി. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല, നേരെ ലഞ്ചിലോട്ട്. ക്ഷീണം മാറാത്തോണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ തോന്നുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അമ്മേനെ വിളിക്കാനായിട്ട് കടയിൽ വരെ പോകണം. അമ്മേനെയൊക്കെ വിളിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേന് അപ്പുറത്തെ വീട്ടിലൊരു പച്ചിലപ്പാമ്പ് ഇരിക്കുന്നു. അതാണ് ഈ പച്ചിലപ്പാമ്പ് എന്ന് പറയുന്ന സാധനം ഇങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കാൻ മരത്തിൽ സ്പോട്ട് ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. നമ്മുടെ അടുത്തൊരു വീട്ടിൽ കുറ്റിമുല്ല പൂത്തയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് വീട്ടിൽ തെങ്ങ് കയറാൻ ആള് മെഷീൻ ഒന്ന് സെറ്റ് ചെയ്യുന്ന താമസമേ പിന്നെല്ലാം ചടപടെ അങ്ങനെ പുള്ളി മെഷീനൊക്കെ സെറ്റ് ചെയ്തു. നാഗപ്പാട് മുറ്റത്തെ 2 തെങ്ങിൽ മാത്രം കയറാൻ വേണ്ടിയിട്ടാണ് പുള്ളിനെ വിളിച്ചത്. അതിൽ ആദ്യത്തേതാണ് എന്റെ വീട്ടിലെ തെങ്ങുകളിൽ ഏറ്റവും കൂടുതൽ കായ്ഫലം ഉള്ളത് ഈ തെങ്ങിനാണ്. ഞാൻ പറഞ്ഞില്ല, ഈ മെഷീനുള്ളത് തന്നെ ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, പിന്നെ ചടപടെ നങ്ങി കയറി. അങ്ങനെ നമ്മൾ നോക്കി നിൽക്കിയ പുള്ളിക്കാരനാണെങ്കിൽ നിമിഷ നേരം കൊണ്ട് സ്റ്റെയർ കേസ് കയറുന്ന ലാഘവത്തോടെ കയറി മേളിൽ എത്തിയിട്ടുണ്ട്. എന്നിട്ടാണെങ്കിൽ ഇടാനും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് അച്ഛനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഒരു കരിക്കൊക്കെ ഇടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അതെടുത്ത് കുലുക്കിയൊക്കെ നോക്കി. ഇല്ലാത്തതുകൊണ്ട് തന്നെ കരിക്കാന്ന് കൺഫേം ചെയ്തു. തേങ്ങയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെതറിക്കടന്ന് പെറുക്കി ഒരുമിച്ച് കൂട്ടി. അങ്ങനെ ആ തെങ്ങിന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും അകപ്പാട് ഇത്രയുണ്ട്. രണ്ടാമത് ഞങ്ങളുടെ വീടിന്റെ പടിഞ്ഞാറപ്പുറത്തുള്ള ഒരു തെങ്ങിലാണ് കയറ്റി. സത്യം പറഞ്ഞാൽ ഈ തെങ്ങിൽ തേങ്ങ കുറവാണ്. പക്ഷേ ഈ തെങ്ങുമ്മ കയറ്റിയതിന്റെ ഉദ്ദേശം എന്ന് തേങ്ങ ഇടുക എന്നുള്ളതിന് ഉപരി ഇവിടെ ഒന്ന് തെളിക്കുക എന്നുള്ളത്. കാരണം ആ അപ്പുറത്ത് കാണുന്ന ആ വീടാണ് എന്റെ. ഞാനിപ്പോ ഇരുന്ന് ഷൂട്ട് ചെയ്യുന്നത് എന്റെ വലിയച്ഛന്റെ വീട്ടിലാണ്. തെങ്ങ് ഞങ്ങളുടെ പറമ്പിലാണ്, അത് ചാഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ വലിയച്ഛന്റെ വീടിന്റെ മുറ്റത്തെ. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ഡേഞ്ചർ ആണ്. ഇവർ ഒന്ന് ക്ലിയർ ആക്കിയേക്കാന്ന് വെച്ചാൽ അങ്ങനെ ആ ഭാഗത്തേക്ക് നിൽക്കുന്ന ഓലൻ തേങ്ങയൊക്കെ വെട്ടി വന്നപ്പോഴത്തേന് ഏകദേശം ഔട്ട് ഓഫ് ഡേഞ്ചർ ആയിട്ടുണ്ടാവും. ഞാൻ വീണ്ടും ഹാപ്പി. ഇവിടുന്ന് ടോട്ടൽ 4 കരിക്കും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മച്ചാന് പൈസ ഒക്കെ കൊടുത്ത് പറഞ്ഞു ഇതെല്ലാം പറക്കി അകത്തിടുക എന്നുള്ളതാണ്. അടുത്തൂടെ കഴിഞ്ഞപ്പോഴത്തേന് പ്രൊഫഷണൽ രീതിയിൽ ഞാനൊന്ന് കരിക്ക് വെട്ടാൻ നോക്കിയിട്ട് നമ്മളെ കൊണ്ട് കൂട്ടില്ലെന്ന് മനസ്സിലായപ്പോഴത്തേന് അമ്മിനെ പാര വെച്ചിട്ട് ഒരു ട്രൈ നടത്തി. പക്ഷെ തൊണ്ട് നല്ല വെറ്റായിരുന്നോണ്ട് തന്നെ പാര തന്നെ പോകുന്നുണ്ട്. അങ്ങനെ അത് മുഞ്ചൊക്കെ കണ്ടിട്ട് അച്ഛൻ വന്നിട്ട് ചന്നം പിന്നെ 2 വെട്ട് വെട്ടിയപ്പോഴത്തേന് കരിക്കിതേ പൊളിഞ്ഞു. പിന്നല്ല അച്ഛൻ അതിരടി പക്ഷെ വെട്ടോത്തി കൊണ്ട് അടിച്ച് കരിക്കാൻ തന്നെ പൊട്ടിച്ചു. കരിക്കൊക്കെ പൊട്ടിച്ച് വെള്ളമൊക്കെ കുടിച്ച് 2 പീസ് ഒരു പീസ് എടുത്ത് ഞാനും തന്നെ ഒരു പീസ് എടുത്ത് അനിയനും കഴിച്ച് ആ കരിക്കിന്റെ ആത്മാവ് വരെ വലിച്ചിരുന്നപ്പോഴാണ് പിള്ളേർ കണ്ടെത്തി ഫുട്ബോൾ ഇട്ട് കട്ടുന്ന സൗണ്ട് കേട്ടിട്ട് ഞാനും അനിയനും അങ്ങോട്ട് ചെന്നപ്പോ പിള്ളേരൊക്കെ കളിക്കാനായിട്ട് റെഡി ആയിരിക്കും. അപ്പോഴാണ് ഈ പയ്യൻ ഗ്ലൗസ് ഇട്ടോണ്ട് ഇറങ്ങുന്നത് കണ്ടിട്ട് നീല ടീഷർട്ട് ഇട്ട മുതൽ പേരാണ് ഷെറി. ഞാൻ പറയാ ആ പയ്യൻ വെറലോറ ഇട്ടോണ്ട് ഇറങ്ങിയേക്കും. ഇവനൊക്കെ എന്താ ചെയ്യുക. അങ്ങനെ ടീമൊക്കെ ഇട്ട് സെറ്റായി കളിക്കാനൊക്കെ തുടങ്ങി. ഞാനും കളിക്കാൻ ഇറങ്ങി, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റും. സന്ധ്യ ആയപ്പോഴത്തേന് കളിയൊക്കെ നിർത്തി എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു വീട്ടിൽ കയറി തണുത്തോളൊക്കെ കുടിച്ചു. അങ്ങനെ തിരിച്ച് വീട്ടിൽ ചെന്ന് കുളിച്ച് സെറ്റായിരിക്കും വേണം അപ്പുറത്തുനിന്ന് വല്യമ്മ കേക്കുമായിട്ട്. വല്യമ്മയുടെ വെളിച്ചന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. കേക്ക് നല്ല അടിപൊളിയായിരുന്നു. വൈറ്റ് ഫോറസ്റ്റ് പ്രത്യേക ടേസ്റ്റ് പോലെ ഷുഗർ കണ്ടന്റ് കൂടുതലാണെന്ന് തോന്നുന്നു. രാത്രി ആയപ്പോഴും നമ്മുടെ ഫ്രണ്ട് വിദ്യാന്തിനെ ഒന്ന് തപ്പി ഇറങ്ങിയാണ്. ദൈവം സഹായിച്ച് അവിടെ ചെന്നപ്പോഴത്തേന് അവൻ അവിടെ ഇല്ല. ഒന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് അവന്റെ വീടിന്റെ അടുത്ത് മീനഭരണിക്ക് ഇറക്കാൻ വേണ്ടി കാള കിട്ടുന്നുണ്ടായിരുന്നു. നാളെ ഇനി ഇവിടെ പറഞ്ഞു ഇവിടെ സദ്യ ഉണ്ട്. അച്ഛന്റെ വീട്ടിൽ പോയി എന്റെ കീബോർഡ് എടുത്ത് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേന് അമ്മയാണെങ്കിൽ ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചു. ഓക്കെ ബൈ, ബാക്കി നാളെ.